ഇന്ന് നമുക്കൊരു സോയ ചങ്ക്സിൻ്റെ റെസിപ്പി കണ്ടാലോ. വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് സോയ ചങ്ക്സും ഉപ്പും കൂടിയിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു. എന്നിട്ടത് ഞാൻ ഡ്രെയിൻ ചെയ്ത് നന്നായി തണുത്ത് വന്നപ്പോൾ പിഴിഞ്ഞ് മാറ്റി വെച്ചു. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കാശ്മീരി മുളകാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് തണുത്തപ്പോൾ ഞാനതൊന്ന് പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിൽ തന്നെ കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് തേങ്ങാക്കൊത്തു ഇട്ടിട്ട് ഗോൾഡൻ കളറായി വന്നപ്പോൾ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പെരിഞ്ചീരകം ഇതുകൂടി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു. അതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, നമ്മൾ പൊടിച്ച് വെച്ച ആ മുളകിൻ്റെ കൂട്ടും കൂടി ഇട്ട് ഇളക്കി കൊടുത്തു. അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഇളക്കിയ ശേഷം ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതെല്ലാം തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തു. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എനിക്ക് ഗ്രേവി വേണ്ടാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഡ്രൈ ആക്കി എടുത്തിരിക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും.